ഇപ്പോൾ എന്താണ് ശരിക്കും ലൈവിൽ നടക്കുന്നത്? ലൈവ് ശരിക്കും ബോറിംഗ് ആണ്. അവിടെ ഒന്നും നടക്കുന്നില്ല. കാണാനുള്ള ഒരു സംഭവം അവിടെ ഇല്ല. പക്ഷേ കളി മുഴുവൻ നടക്കുന്നത് പുറത്താണ്. ഈ സീസണിൽ ഏറ്റവും അധികം പ്രേക്ഷക പിന്തുണയുള്ള, ഏറ്റവും അധികം വോട്ടുള്ള ഏത് റിവ്യൂ ചാനലുകൾ പോൾ ഇട്ടാലും അതിൽ കണ്ണുമടച്ച് 60-70% വരെ പോളും കിട്ടുന്ന ആളാണ് ജിൻഡോ. ജിൻഡോയ്ക്ക് തൊട്ടുപുറകെ രണ്ടാം സ്ഥാനത്ത് വരുന്നവരാണെങ്കിലും വോട്ടിലായാലും പോളിംഗിലായാലും ജിൻഡോയുടെ 7 എഴുത്ത് വരുന്നുമില്ല. ഇപ്പോൾ എതിരാളികൾ പോലും ഉറപ്പിച്ചു കഴിഞ്ഞു ഇത്തവണത്തെ ടൈറ്റിൽ വിന്നർ ജിൻഡോയാണ്. അതിനനുസരിച്ചുള്ള സൈബർ ഡീഗ്രേഡിങ്ങുകൾ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഒക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജിൻഡോയ്ക്ക് സീസണിൽ കപ്പ് കിട്ടാനുള്ള എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നാണ് പലരുടെയും ചോദ്യം. ഇപ്പോൾ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: ജിൻഡോ കപ്പടിക്കും 100% ഉറപ്പ്. ഈ ഷോ കാണുന്ന ഭൂരിപക്ഷം കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത വസന്തം മനോനിലയുള്ളവരാണ്. അവരുടെ വോട്ട് എല്ലാ സീസണിലും ഏതെങ്കിലും രാജാവിനെ പോകും. പക്ഷേ ഇത്തവണത്തെ രാജാവ് BB ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടനും മരപ്പാഴുമായിപ്പോയി. ഒരു വാചകം പറഞ്ഞ് മുഴുമിപ്പിക്കണമെങ്കിൽ 10 വട്ടം വിൽക്കണം പ്രജകളുടെ ഒരു അവസ്ഥയെ. ഇത് ഒരു പോസ്റ്റ് മാത്രമാണ്. ഇതുപോലെ 100 കണക്കിന് പോസ്റ്റുകൾ ദിവസേന വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും ജിൻഡോയുടെ ഒരു വോട്ടിങ്ങിനും ബാധിക്കുന്നില്ല. അത് മറ്റൊരു സത്യം. ഈ ജിൻഡോയ്ക്ക് കപ്പ് നേടാൻ യോഗ്യതയില്ലെന്ന് പറയുന്നവർ മറ്റ് കണ്ടസ്റ്റൻറ്റുകൾക്കുള്ള യോഗ്യത എന്താണെന്നും കൂടെ പറയണ്ടേ? ഈ സീസണിൽ ഒറ്റയ്ക്ക് കളിച്ച കണ്ടസ്റ്റൻ്റാണ് ജിൻഡോ. തുടക്കത്തിൽ മണ്ടനെന്നും മരപ്പാഴുമെന്നൊക്കെ പേര് കേട്ടെങ്കിലും പതിയെ പതിയെ ഘട്ടം ഘട്ടങ്ങളായി അയാൾ അത് മാറ്റിയെടുത്തു. വിജയത്തിലേക്കുള്ള ഓരോ ചുവടുകളിലും അയാൾ കഠിനാധ്വാനം ചെയ്തു തന്നെയാണ് ഇതുവരെ എത്തിയത്. ജിൻഡോയ്ക്ക് ശരിക്കും സ്ഫുടമായിട്ട് സംസാരിക്കാൻ അറിയില്ല എന്നൊറ്റ കാരണമാണോ നിങ്ങൾ അയാൾക്ക് കപ്പ് കിട്ടണ്ട എന്ന് പറയാനുള്ള കാരണം? അങ്ങനെയാണെങ്കിൽ ഈ സീസണിലെ കപ്പ് സിജോയ്ക്ക് കൊടുത്താൽ പോരെ. കാരണം ഈ സീസണിൽ ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന ആൾ സിജോ ആയിരുന്നു. ഇനി കള്ളം പറയുന്നതാണ് പ്രശ്നമെങ്കിൽ ഈ സീസണിൽ ആരാണ് കള്ളം പറയാത്തത്? എല്ലാവരും അവരവരുടെ ആവശ്യത്തിന് കള്ളം നന്നായിട്ട് പറയുന്നവർ തന്നെയാണ്. പിന്നെ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കപ്പ് ജിൻഡോയുടെ കയ്യിൽ തന്നെ ചെന്ന് ചേരും. അതിങ്ങനെ സൈബർ ഡീഗ്രേഡ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.